നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ്. എല്ലാവരുടെ ആഗ്രഹമായിരുന്നു രാഹുലിനെ കൈയോടെ പിടികൂടണം, ഗംഗാപ്രസാദിനെ അവസാനിപ്പിച്ചോലെ അവനെ അവസാനിപ്പിക്കണമെന്ന്. അത് മാത്രമല്ല സരയുവിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരണം എന്നുള്ളത്. അങ്ങനെ അതെല്ലാം സംഭവിക്കുന്ന ഒരു ദിവസമാണ് നാളെ. അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. ഒടുവില് രതീഷും കിരണും കൂടെ രാഹുലിനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് സേവ്യർ വിളിച്ച് രാഹുലിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുവാണ്. അവൻ ആ ഭാഗത്ത് തന്നെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്, അവന്റെ ലൊക്കേഷൻ അവിടെയാണ്. പിന്നീട് അവനെ അന്വേഷിച്ച് കിരണും രതീഷും കൂടെ പോവാ. എന്താണെങ്കിലും അവന് സാധാരണക്കാരുടെ അടുത്തേക്ക് പോകത്തില്ല, ഏതെങ്കിലും ഗുണ്ടകളുടെ അടുത്തേക്ക് പോകത്തുള്ളൂ. അപ്പൊ ഒന്ന് രണ്ട് ഗുണ്ടകൾ അവിടെ താമസിക്കണം എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ നേരെ എന്ത് ചെയ്തു, കിരണും രതീഷും കൂടെ അവിടേക്ക് ചെല്ലുവാണ്. ഒരിടത്ത് നിന്ന് ഇനിയിപ്പോൾ അവിടെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല രാഹുലിനെ. പിന്നീട് സേവർ പറഞ്ഞു ലൊക്കേഷൻ അവിടെ തന്നെയാണ്, ഒരിടത്തേക്ക് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവരൊരു വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം മനസ്സിലായി, അവിടെ രാഹുൽ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേനും രാഹുൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. അപ്പൊ കിരണും രതീഷും കൂടെ വരുന്ന രാഹുൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാഹുൽ അവിടെ നിന്ന് ഇറങ്ങി ഓടി. കിരൺ വെറുതെ വിടുവോ? പുറകെ രതീഷും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും രാഹുലിന്റെ പിന്നാലെ ഓടുവാണ്. രാഹുലിന് മനസ്സിലായി പിടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ അന്ത്യമാണ്, തന്റെ അന്ത്യം എടുക്കുന്നുള്ള കാര്യം ഉറപ്പാ. കാരണം കല്യാണി ആ അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട് കിരണിന് ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. വേറെ എന്ത് സഹിക്കും, കല്യാണിക്ക് ഒരു പോറല് പറ്റിയ കിരണ് സഹിക്കാൻ പറ്റില്ല. പോലീസുകാരുടെ കൈ കിട്ടുന്നതിന് മുമ്പ് ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് കിരൺ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിന്റെ കാര്യത്തില്. അങ്ങനെ ഒടുവില് കുറെ ഓടിയിട്ടും അവനെ ഓടിച്ചിട്ട് പിടിക്കണം. ആ കടൽപ്പുറത്തിന്റെ അവിടെ വെച്ച് അവനെ ഓടിച്ചിട്ട് പിടിച്ചു, കിരൺ രതീഷും കൂടെ കൂടിയിട്ട്. അങ്ങനെ അവനിട്ട് അവിടെ ഇട്ട് കുറെ തല്ലി ചതച്ചവനെ രാഹുലിനെ. ഒടുവില് രാഹുലിനെ എഴുന്നേക്കാൻ പറ്റാത്ത വിധം ആക്കി വെച്ചു. അവന്റെ കഴുത്തേലൊക്കെ അങ്ങോട്ട് കുത്തിപ്പിടിച്ചു. ഈ സമയം രാഹുല് കത്തിയെടുത്തൊക്കെ പ്രയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും കിരൺ ഒറ്റ ചവിട്ടിന് അതൊക്കെ തെറിപ്പിച്ചു കളഞ്ഞു. കിരണിന്റെ മുൻപില് രാഹുലിന് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിലും രാഹുലിന് അറിയാം ഗംഗാപ്രസാദിന് പോലും പിടിച്ചു വയ്ക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് രാഹുലിന്. അത്രയും വെയിറ്റ് ഹൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിരൺ നല്ല ആരോഗ്യവാനാണ്. അവന്റെ മുഷ്ടി ചുരുട്ടിയുള്ള ഒരു ഇടി കിട്ടിയാൽ മതി രാഹുൽ തറയെ വീഴാനായിട്ട്. എന്നാലും രാഹുൽ മാക്സിമം പിടിച്ചു വന്നു. ഒടുവിലാണ് രാഹുൽ വീണത്. അപ്പോഴേക്കും കിരൺ രതീഷിനോട് എടാ കാർ എടുത്തോണ്ട് വേടാ, പെട്ടെന്ന് തന്നെ കാർ എടുത്തോണ്ട് വാ, ഇവനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടാ. അവിടെ ചെന്നിട്ട് മതി ചോദ്യം ചെയ്തും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇട്ട് വേണ്ട, കാരണം ഇവിടെ ഇട്ട് ചോദ്യം ചെയ്യാൻ റിസ്ക് ആണ്, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് അതും പ്രശ്നമാവും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടാവും, വേറൊരിടത്തേക്കും അല്ല, വേലുവിന്റെ അടുത്തേക്കാ. പിന്നീട് പറഞ്ഞു വേലുവിനോട് വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. രതീഷ് പെട്ടെന്ന് പോയി കാർ എടുത്തോണ്ട് വന്നു. അതിനിടയ്ക്ക് വേലുവിനെ വിളിച്ചു, സംഗതികളൊക്കെ സെറ്റാക്കി. കാട്ടിലേക്ക് കൊണ്ടുപോകണം, അവിടെ ഇട്ട് ഇവനെ അവസാനിപ്പിക്കണം, ചോദ്യം ചെയ്തിട്ട് വേണം ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്താ ഏതാന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നേരെ കാറ് കയറ്റി കൊണ്ടുപോകണം. അവിടുന്ന് പിന്നെ വഞ്ചിയൽ നേരെ കാട്ടിലേക്കും. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല രാഹുൽ ഇതൊക്കെ. ഈ സമയത്ത് പ്രകാശന് കാദംബരിയുടെ അടുത്ത് പ്രകാശന് കാർത്തികയുടെ അടുത്തേക്ക് വന്നു. പിന്നീട് കാർത്തിയോട് ചോദിച്ചു എന്താ മോളെ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്ന് പറ. കല്യാണി മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നീ ആണെങ്കിൽ ഒന്നും പറയണമില്ല, പുറത്തുപോയി ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചും വിളിക്കുന്നില്ല. എന്താ കാര്യം എന്താ വെച്ചാൽ പറയാൻ പറഞ്ഞു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അന്നെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, രതീഷിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ കിരണിനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. ഇപ്പൊ വേണോ അച്ഛാ, അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. വിളിക്കണം എന്ന് പറഞ്ഞു. കിരണിനെ വിളിച്ചു നോക്കിയപ്പോൾ കിരൺ കോൾ എടുത്തില്ല. ഈ സമയത്ത് രതീഷിനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും രതീഷ് ഓർത്തു, ഇത് അച്ഛനാണല്ലോ, എന്തിനായിരിക്കും വിളിക്കുന്നത്, കോൾ എടുക്കാതിരുന്ന സംശയമാവും എന്ന് കരുതിയിട്ട് വിളിച്ചു. എന്താ വെച്ചാൽ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പൊ രതീഷൊക്കെ രാഹുലിനെ കൊണ്ട് പോകുകയാണല്ലോ. അല്ല കല്യാണമോളെ കുറിച്ച് ഒരു വിവരമില്ല, കല്യാണമോളെ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല, കിരണിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇപ്പൊ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചേ, അവര് വിളിക്കോ മറ്റോ ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവർക്കൊരു കുഴപ്പമില്ല അച്ഛാ, അവര് കമ്പനി കാണുമെന്ന് പറഞ്ഞു. ഉറപ്പാണല്ലോ അല്ലേ? അതെ, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം ഞാനൊന്ന് കിരൺ സാറിനെ വിളിച്ചു നോക്കട്ടെ, വിളിച്ചു നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. കുറെ സമയം കഴിഞ്ഞിട്ട് ഒരു വിവരവും വന്നില്ല. അപ്പോഴേക്കും വീണ്ടും കാർത്തിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ ഇതെന്താ രതീഷ് വിളിക്കാന്ന് പറഞ്ഞ് വെച്ചിട്ട് ഇതുവരായിട്ടും വിളിച്ചിട്ടില്ലോ, എന്തേലും പ്രശ്നമുണ്ടോ, എന്തേലും ഉണ്ടെങ്കിൽ പറ. ഈ സമയം കാർത്തി പറഞ്ഞു ഒന്നുമില്ലാന്ന് പറഞ്ഞു.
അത് പ്രകാശം പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം ആഹാരം കഴിക്കാനിരുന്നിട്ട് കാർത്തി ആഹാരം പോലും നേരെ ചൊവ്വേ കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെയായിരുന്നു ലക്ഷ്മിയമ്മ. ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല കാരണം എന്ന് മനസ്സിലായി. പിന്നീട് പ്രകാശം പറഞ്ഞു, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ, കാര്യം എന്താ വെച്ചാൽ പറ. എനിക്ക് അറ്റാക്ക് വന്നെന്ന് കരുതിയിട്ടാണ് നിങ്ങളാരും എന്നോടൊന്നും പറയാത്തെ, അതുകൊണ്ടാണോ എന്നോടൊന്നും തുറന്നു പറയാത്തേന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ ഞാന് അല്ല, കാദംബരി ഇത് എവിടെ പോയേക്കുവാ, കാദംബരിയും കാണുന്നില്ലോ എന്ന് പറഞ്ഞു. അതേസമയം ലക്ഷ്മി അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പറ ലക്ഷ്മി, എന്താ നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്? ഇന്നലത്തെ മുഖമല്ല നിങ്ങളുടെ ഇന്ന്. എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. ഈ ഇത്രയും കാലമായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഞാൻ തരണം ചെയ്തില്ലേന്ന് ചോദിച്ചു. ഒടുവില് കാർത്തിക് ആ സത്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ട് വന്നു. അച്ഛ, കേട്ട് കഴിയുമ്പോൾ അച്ഛൻ ബഹളമൊന്നും ഉണ്ടാക്കരുത്, വിഷമിക്കുകയും ചെയ്യരുത്. അപ്പോഴേക്കും പ്രകാശന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അല്ലെങ്കിലും 2 ദിവസമായിട്ട് പ്രകാശന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രകാശ് ചോദിച്ചു, എന്താ കാര്യം എന്താ വെച്ചാൽ പറ. അത് കല്യാണിക്ക് ഒരു അപകടം ഉണ്ടായെന്ന് പറഞ്ഞു. അപകടമോ? പ്രകാശിന് ഇരുന്നിടത്തൊന്ന് ചാടി എഴുന്നേറ്റു. എന്താ മോളെ നീ പറയണെന്ന് ചോദിച്ചു. അത് ഒരു ചെറിയൊരു അപകടം ഉണ്ടായിരുന്നു. ചെറിയൊരു അപകടമോ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ആ ബെക്കാസുണ്ടല്ലോ രാഹുല്, അയാള് കല്യാണി സൈറ്റിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് കല്യാണി ഒന്ന് കുത്തിയെന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പം എൻ്റെ ദേവി എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ടോ എൻ്റെ മോൾക്ക് ഇത് എന്ത് പറ്റി, എൻ്റെ മോളെ എനിക്കിപ്പോൾ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും കാർത്തിയെ കയ്യിലേക്ക് പിടിച്ചു. അതച്ചാ ഇപ്പൊ പോയിട്ടും കാര്യമില്ല, കല്യാണി ഐസിയുലാണ്, ഇപ്പൊ കാണാൻ പറ്റില്ല. അപ്പൊ എൻ്റെ മോൾക്ക് സീരിയസ് അല്ലേ? അതാ നിങ്ങളെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ, എനിക്ക് എൻ്റെ മോളെ കണ്ടേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. കാർത്തിക ലക്ഷ്മിയമ്മയൊക്കെ തടഞ്ഞെങ്കിലും നിന്നില്ല. പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ അച്ഛൻ്റെ ഓടൊപ്പം ചെല്ല്, കാരണം പേടിയായിപ്പോയി, എങ്ങാനും വഴിയിലെങ്ങാനും വീണു പോകുന്നൊരു ടെൻഷനായിപ്പോയി. അങ്ങനെ പ്രകാശം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്ത് രാഹുലിനെയും കൂടെ കിരണും രതീഷും വേലുവും കൂടെ നേരെ കാട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം വേലു വന്നിട്ടുണ്ടായിരുന്നു, പുഴക്കരയെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാട്ടിലേക്ക് ചെന്നു. കാട്ടിലേക്ക് എന്നിട്ട് രാഹുലിനെ അവിടെ വലിച്ചെറുക്കുകയാണ്. അവനെ പിടിച്ചൊരു മരത്തേലേക്ക് അങ്ങോട്ട് കെട്ടിയിട്ടു. അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേലു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കിരൺ നല്ല വണ്ണം തന്നെ ചതയ്ക്കുന്നുണ്ട്. ഇഞ്ച പരുവാക്കി ഇടിച്ച് എന്നിട്ട് പറഞ്ഞു, പറയടാ സത്യം പറ, നീ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തേ? എന്റെ കല്യാണി ഇല്ലാതാക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? കുറെ കാലമായി നീയും നിന്റെ ഭാര്യയും നിന്റെ മോളും എല്ലാരും കൂടെ എന്റെ കല്യാണി ഉപദ്രവിക്കുന്നത്. അതിൽ നിന്നല്ല എന്റെ കല്യാണി രക്ഷപ്പെട്ടു വന്ന. സത്യം പറഞ്ഞു. നീ എങ്ങനെ അങ്ങോട്ടേക്ക് വന്നേ? നിന്നോട് ആരാ പറഞ്ഞ കല്യാണി അന്നത്തെ ദിവസം അങ്ങോട്ടേക്ക് വരുന്ന? സത്യം പറഞ്ഞ് നിനക്ക് കൊള്ളാന്ന് പറഞ്ഞു. ഒടുവില് രാഹുൽ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല, അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ കല്യാണി ആക്രമിച്ചതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കിരൺ അത് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. രതീഷ് പറഞ്ഞു, ഇത് വിശ്വസിക്കില്ല കിരൺ സാറേ, ഇയാൾ കള്ളം തന്നെ പറയണമെന്ന് പറഞ്ഞു. ഇയാൾ കള്ളത്തരം തന്നെ പറയണേ, ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. ഒടുവില് രാഹുൽ പറഞ്ഞു, അതെ എൻ്റെ മോളാ പറഞ്ഞെന്ന് പറഞ്ഞു. അവളോ സരീവോ? പിന്നീട് രാഹുലിന് പറയാതിരിക്കാൻ പറ്റിയില്ല. രാഹുൽ എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. അതുപോലെ ചതയാണ് കിട്ടിയത്. അപ്പോഴേക്കും കിരണും ദേഷ്യമായി. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? എല്ലാം സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് നീയും നിന്റെ ഭാര്യയും മകളും എല്ലാരും കൂടെ ഞങ്ങളെ ചതിക്കുമായിരുന്നില്ലേ, അഭിനയിച്ച് തകർക്കുമായിരുന്നില്ലേ എല്ലാരും കൂടെ ചേർന്നിട്ട്. ഇപ്പോഴാടാ കാര്യങ്ങളൊക്കെ മനസ്സിലായത്, ഞങ്ങളെ തകർക്കാൻ വേണ്ടായിരുന്നല്ലേ? അപ്പോഴേക്കും രതീഷോട്, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ കിരൺ സാറേ, പാമ്പിനെ പാല് കൊടുക്കണമെന്ന്, ഇപ്പം മനസ്സിലായില്ലേന്ന് ചോദിച്ചു. രാഹുലിനെ അവിടെ ഇട്ട് ഇഞ്ച പരുവാക്കി. പിന്നീട് വേലുവിനോട് പറഞ്ഞു, ഒരു കാരണവശാലും ഇവനിനി നാട്ടിലേക്ക് വരില്ല, ഇവന്റെ പൊടി പോലും വെച്ചേക്കല്ലെന്ന് പറഞ്ഞു. മൃഗങ്ങൾക്ക് കൊണ്ട് ഇട്ട് കൊടുത്തേക്കാനൊക്കെ പറയണം. ഇവൻ ജീവനോടെ ഇരുന്ന ഇനി ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുമെന്ന് പറയണം. അങ്ങനെ രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി എന്താവും ഏതാന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അവനെ കൊല്ലുവോ അതോ ജീവനോടെ വിടുവോ എന്നൊക്കെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.